ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുളവാഴ എന്നറിയപ്പെടുന്ന ചെടിയാണ്. ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര് വാട്ടർ ഹയാസിന്ത് എന്നാണ്. ഇതൊരു തെക്കേ അമേരിക്കൻ സ്വദേശിയാണ്. ഇതിൻ്റെ ഒരു ലാവണ്ടർ ഷെയ്ഡാണ്. അവിടെ ഇതിൻ്റെ ഭംഗി കണ്ടിട്ടായിരിക്കണം അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നമുക്ക് ജലാശയങ്ങളെയൊക്കെ ഒരുപാട് അങ്ങ് ബാധിച്ച് നിറച്ച് ഇങ്ങനെ മറ്റുള്ള ജലജീവികൾക്കൊന്നും താമസിക്കാൻ പറ്റാത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ പൂക്കളുടെ ഭംഗി എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ എന്ന് തന്നെ പറയണം. ഇതിൻ്റെ ഇത് എൻ്റെ കയ്യിലുള്ളത് വെള്ള ഷെയ്ഡാണ്. ഇതങ്ങനെ പാടങ്ങളിലൊന്നും അങ്ങനെ കാണാറില്ല. ഞാൻ ഇതിൻ്റെ പൂക്കളുടെ ഭംഗി കണ്ടിട്ട് ഞാനൊരു ഗാർഡനിൽ നിന്ന് വാങ്ങിച്ചതാണിത്. ഇതിൻ്റെ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ മന്ദാരപ്പൂക്കൾ, വെള്ള മന്ദാരപ്പൂക്കളുമായിട്ടൊക്കെ സാദൃശ്യം തോന്നും ഇതളുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഇതളിൻ്റെ മധ്യഭാഗത്തായിട്ട് നല്ലൊരു മഞ്ഞ കളറും കൂടെ വരുമ്പോഴാണ് ഇതിന് പ്രത്യേക ഒരു ഭംഗി വരുന്നത്. ഇതിൻ്റെ ലാവണ്ടർ ഷെയ്ഡിനും അതുപോലെ തന്നെ ഡാർക്ക് വയലറ്റും നടുക്കുള്ള ഒരു ഇതളിന് ഡാർക്ക് വയലറ്റും അതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ഇത് മഞ്ഞ പാടും കാണാറുണ്ട്. അത് തന്നെയാണ് ഈ ചെടിയുടെ ഏറ്റവും ഒരു ഭംഗി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയ ജലത്തിൻ്റെ മുകളിലായിട്ടിങ്ങനെ വളർന്നു നിൽക്കുന്നതായിട്ടാണ് ഇതിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത്. അതിൽ നമ്മളൊരു ഇത് നട്ട് ഏകദേശം ഒരു 10-15 ദിവസങ്ങൾ കൊണ്ട് തന്നെ വെക്കുന്ന പാത്രം നിറഞ്ഞ് പുതിയ പുതിയ ചെടികളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചെടി നമുക്ക് മാറ്റിയെടുത്തിട്ട് പെട്ടെന്ന് അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണല്ലോ ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അത് ഏത് ഭാഗത്താണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുഴുവനും നിറച്ച് വ്യാപിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ദൂഷ്യം എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിപ്പം ഇങ്ങനെ ഗാർഡനിലൊക്കെ അതിൻ്റെ ഭംഗി കണ്ട് വളർത്തുമ്പോഴത്തേക്കും ചെറിയൊരു പാത്രത്തിൽ വളർത്തി കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ലിമിറ്റഡായിട്ട് നിന്നോളും. പിന്നെ ഇതിൻ്റെ നിറഞ്ഞിങ്ങനെ വളരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓക്സിജൻ ലഭ്യത കുറവായിരിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഗപ്പി അങ്ങനത്തെ മത്സ്യങ്ങളെയൊക്കെ ഇടാനായിട്ട് വളരാനായിട്ട് പാടായിരിക്കും. അപ്പം ഇതിപ്പോൾ നിറഞ്ഞിങ്ങനെ വളരുന്നതുകൊണ്ട് അധികം എന്താ പറയുന്നത്, ഈ കൊതുകിൻ്റെ ഒന്നും ശല്യം ഇതുവരെ അങ്ങനെ തോന്നിയിട്ട് ഇല്ല. എന്തായാലും പൂക്കളുടെ ഭംഗി എന്ന് പറയുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് ഒരു പ്രാവശ്യം പൂവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും 2-3 അല്ലെങ്കിൽ നിറച്ചും ഒക്കെ ആയിട്ട് എപ്പോഴും ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇത് ഇപ്പം ഇതിൻ്റെ ലാവണ്ടർ ഷെയ്ഡിലുള്ളതിന് ഇപ്പോൾ വ്യാവസായികമായിട്ടൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നു. ബാഗുകൾ നിർമ്മിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ എടുത്തിട്ട് കമ്പോസ്റ്റ് പോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഇതിൻ്റെ വെള്ളയ്ക്ക് 2 ചെടിയും ഒരുപോലെ മനോഹരമാണ്. പിന്നെ വെള്ളപ്പൂക്കൾക്ക് അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഈ കാണാനും നല്ലൊരു ഭംഗിയാണിത്. അങ്ങനെ കണ്ടിഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണിത്. നമ്മൾ ആമ്പലം താമരയൊക്കെ വളർത്തുന്ന പോലെ തന്നെ ഈ ചെടിയെ നമുക്ക് വളർത്താം. നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനധികം ഈ പറഞ്ഞ പോലെ വെള്ളം അധികം ആവശ്യമില്ലെന്ന് തോന്നുന്നു. കുറച്ച് ചെളി കൂടുതലായാലും ഈ ചെടി എങ്ങനെയായാലും വളർന്നോളും. വെള്ളം ഇപ്പം നമ്മളിപ്പം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്ന കുറഞ്ഞു കഴിഞ്ഞാലും ചെടിക്ക് പ്രശ്നമൊന്നുമില്ല. ചെടി അപ്പോഴും നല്ല ഈ കൊടും വേനലിലും ചെടിക്ക് ഒരു പ്രശ്നമില്ലാതെ നല്ല ആരോഗ്യമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.